ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ടല്ല മറ്റൊരു അധ്യായമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചേരാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി സങ്കേതമായ രംഗണതിട്ടു ഇതെങ്ങനെ രൂപപ്പെട്ടു, ഇതെങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇത്രയും വലിയൊരു പക്ഷി സങ്കേതം. ഒന്നാമത്തെ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഭരതപ്പൂരിലെ പക്ഷി സങ്കേതമാണ്. ഇത് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പക്ഷി സങ്കേതമാണ്, രണ്ടാമത്തെ വലിയ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ രംഗണതിട്ടു. ഇതിന് പക്ഷി പറുദീസ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്. അപ്പോൾ അതുപോലെ കാശി, പക്ഷി കാശി, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. അപ്പം ഇതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമുക്കൊന്ന് ഒരു കൗതുകകരമായ അന്വേഷണമായിരിക്കും. പിന്നെ പ്രകൃതി സ്നേഹികളും പക്ഷി നിരീക്ഷകർക്കൊക്കെ കുറച്ചുകൂടി അറിവുകൾ കിട്ടുന്നതും അല്ലെങ്കിൽ റെഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരിക്കും. എങ്ങനെ ഈ രംഗണതിട്ടുവിൻ്റെ രൂപമാറ്റം ഉണ്ടായെന്നുള്ളത് നമ്മളുടെ ട്രാവലോഗിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു യാത്രയാണ്, അതിനോടൊപ്പമാണ് നമ്മളതിനോടൊപ്പം പോകുന്നത്. എന്തായാലും യാത്രയിൽ നിങ്ങൾക്കും ചേരാം. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് രംഗണതിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഡിസംബറിലെ അതിശൈത്യമുള്ള പുലരിയിലാണ് ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി സങ്കേതമായ രംഗണതിട്ടുവിലേക്ക് യാത്ര തിരിക്കുന്നത്. തലേന്ന് ബന്ദിപ്പൂരിലെ കാട്ടിലെ രാത്രി താമസത്തിന് ശേഷമാണ് അതിപുലർച്ചെ പ്രാതൽ പോലും കഴിക്കാൻ നിൽക്കാതെ പുറപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. വെയിൽ ചൂടാകുന്നതിന് മുൻപ് ബേർഡ് സാങ്ച്വറിയിൽ എത്തിച്ചേരണം. വെയിൽ ചൂടായാൽ പക്ഷികൾ അധികവും അടുത്തുള്ള മരങ്ങളുടെ ഇലച്ചാർത്തുകളിൽ പോയി ഒളിച്ചിരിക്കും. വെയിലേൽക്കാതിരിക്കാനും ആളുകളുടെയും മറ്റു ജീവികളുടെയും ശല്യം ഇല്ലാതിരിക്കാനുമാണ് ഇപ്രകാരം ചെയ്യുന്നത്. വെയിൽ ചൂടാകുന്നതിന് മുമ്പായി തന്നെ പരമാവധി ഇരപിടിത്തവും കഴിഞ്ഞിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലാറാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും പുറത്തിറങ്ങലും ഇരപിടിത്തവും ഒക്കെ തുടങ്ങുന്നത്. ഈ സമയം ക്രമീകരിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും 2 സെഷനായിട്ടാണ് തൂവലുള്ള ചങ്ങാതിമാരെ അടുത്തു കാണാൻ ബോട്ടിൽ ആളുകളെ കൊണ്ടുപോകുന്നത്. കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടാണ് ഇത് നടത്തുന്നത്. കാനനപാതയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ചുറ്റും വരണ്ട മേഖലയാണ്, കാടിൻ്റെ വന്യത. അങ്ങിങ്ങ് മൃഗങ്ങളുടെ മുഴങ്ങുന്ന ശബ്ദങ്ങൾ. ആന ചിഹ്നം വിളിക്കുന്നു. മ്ലാവുകൾ കടുവകളെയോ മറ്റോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അലാറം കോൾ മുഴക്കുന്നുണ്ട്. തുടർന്ന് കുരങ്ങന്മാരുടെ മരഞ്ചാട്ടവും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും. പക്ഷികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തലങ്ങും വിലങ്ങും പറക്കുന്നുണ്ട്. നിറയെ പീലികളുള്ള ആൺമയിലുകൾ ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൻ്റെ ഭാരിച്ച ശരീരവുമായി ആയാസപ്പെട്ട് പറന്നു നീങ്ങുന്നത് കാണാം. ഒരു കടുവയുടെ കാഴ്ച ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൂര്യൻ്റെ മെലിഞ്ഞ സ്വർണവർണ്ണമുള്ള വിരലുകൾ മരങ്ങൾക്കിടയിലൂടെ നീട്ടുന്നുണ്ട്. കറുത്ത മെലിഞ്ഞ നീണ്ട മരങ്ങൾക്കിടയിലൂടെയുള്ള പ്രകാശ കാഴ്ച വർണ്ണനാതീതമാണ്. മൊത്തത്തിൽ കാട് നല്ലൊരു മോഹിനിയാണ്. കുറച്ചുകൂടി പിന്നിട്ടപ്പോൾ ജനവാസ മേഖല കണ്ടു തുടങ്ങി. വാഴ, ഉരുളക്കിഴങ്ങ്, തക്കാളി മുതലായവ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു. നേരിയ പുലരി വെളിച്ചത്തിൻ്റെ വാഴത്തോപ്പിൻ്റെ കാഴ്ച അതിമനോഹരം. ഞങ്ങൾ ഏതാണ്ട് മൈസൂർ എത്താറായി. വലിയ ബോർഡും ടോൾ ഗേറ്റും ഒക്കെ കണ്ടു തുടങ്ങി. വെള്ളക്കാരോട് സ്വദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച മൈസൂർ പുലി എന്നറിയപ്പെടുന്ന മൈസൂർ രാജാവിൻ്റെ ഓർമ്മകൾ ചരിത്ര പുസ്തകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മൈസൂരുവിൽ നിന്ന് 16 കിലോമീറ്റർ വടക്കുമാറിയാണ് കാവേരി നദിയിലെ തുരുത്തുകളായ രംഗണതിട്ടു സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപ്രസിദ്ധമായ ശ്രീരംഗപട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരവുമുണ്ട്. മൈസൂരിൽ നിന്ന് 16 കിലോമീറ്റർ പക്ഷികാശി എന്ന പേരിലും കർണാടകയിലെ ഏറ്റവും വലിയ ഈ പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. നമ്മളത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഏകദേശം 250-ലധികം ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. നേരത്തെ ഡോക്ടർ സലീം അലി രേഖപ്പെടുത്തിയത് പ്രകാരം തന്നെ 220 ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ ഇനം പെലിക്കനുകൾ, വർണ്ണക്കൊക്ക്, പെയിന്റർ സ്റ്റോക്ക്
ഗ്രേറ്റ് എഗ്രേറ്റ്, വലിയ ഇനം വെള്ളക്കൊക്ക്, പാതിരാക്കൊക്ക്, കാലിക്കൊക്ക്, വിവിധ ഇനം കടൽക്കാക്കകൾ, ചുട്ടിപ്പരുന്ത്, ക്രസ്റ്റഡ് ഈഗിൾ, ടേൺ, പ്ലോവർ അഥവാ പവിഴക്കാലി, റോളർ, പനന്തത്ത, മീൻകൊത്തി, കിങ്ഫിഷർ, വിവിധ ഇനം തത്തകൾ, കുരുവികൾ, ബ്ലാക്ക് ഹെഡഡ് ഐബീസ്, ചട്ടുകക്കൊക്ക്, നീർക്കാക്കകൾ, ചേരക്കോഴി, ചൂളൻ ഞരണ്ട, അരയന്നം, ഫ്ലമിംഗോ തുടങ്ങി നിരവധി ഇനങ്ങളെ കാണാൻ കഴിയും. സീസൺ അനുസരിച്ച് പക്ഷികളുടെ എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. ഏതാണ്ട് ഡിസംബർ മധ്യം കഴിയുന്നതോടെ ദേശാടന കിളികളുടെ വരവ് തുടങ്ങും. തുടർന്ന് ആഗസ്റ്റ് വരെയൊക്കെ പല പക്ഷികളും തങ്ങാറുണ്ട്. പലതും പ്രജനനം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് തിരികെ പറക്കുന്നത്. മൺസൂൺ കാലമാകുന്നതിന് മുൻപായി മിക്കവാറും എല്ലാം തന്നെ സ്വദേശത്തേക്ക് മടങ്ങും. അതിശൈത്യമുള്ള സൈബീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തണുപ്പ് കുറഞ്ഞ പ്രദേശത്തേക്ക് കാലാവസ്ഥയെ അതിജീവിക്കാനാണ് പക്ഷികളുടെ ദേശാടനം എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സൈബീരിയ കൂടാതെ ആഫ്രിക്ക, ഈജിപ്റ്റ്, റഷ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത് എന്നാണ് കണക്ക്. പക്ഷികളുടെ ദേശാടനം ഒരു അത്ഭുതമായിട്ടാണ് വിദഗ്ധർ പറയുന്നത്. പ്രകൃതിയിലെ കലണ്ടർ നോക്കിയാണ് അവയുടെ സഞ്ചാരം. അവയ്ക്ക് സ്ഥിരമായ സഞ്ചാരപാതകളുണ്ട്. അവിടങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് അവയുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത്തരം സഞ്ചാരപാതകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. 2001 അഫ്ഗാൻ US യുദ്ധകാലത്ത് അതുവഴി സഞ്ചരിച്ച 10,000-കണക്കിന് ദേശാടന കിളികൾ ചത്തൊടുങ്ങിയതായിട്ട് റിപ്പോർട്ടുണ്ടായി. കാവേരി നദിയുടെ തീരത്തുള്ള 40 ഏക്കർ, അതായത് 16 ഹെക്ടർ വിസ്തൃതിയിൽ 6 തുരുത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് രംഗണതിട്ടു പക്ഷിസങ്കേതം. 2022 മുതൽ സംരക്ഷിത റാംസർ സൈറ്റായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കതിൻ്റെ ചരിത്രം എങ്ങനെയാണ് അതിനുണ്ടായത് എന്ന് ഒന്ന് നോക്കാം. 1645-നും 1648-നും ഇടയിൽ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന ഖണ്ഡീരവ നരസിംഹ രാജ വാദിയാർ കാവേരി നദിക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിച്ചു. അതായത് ഖണ്ഡീരവ നരസിംഹരാജ വാദിയാർ എന്ന് പറയുന്ന രാജാവാണ് ഈ നദിക്കെതിരെ ഈ 1645-നും 1648-നുള്ള കാലത്തിനിടയിൽ അണക്കെട്ട് നിർമ്മിച്ചത്. ജനങ്ങൾക്ക് കൃഷി ആവശ്യത്തിനും മറ്റും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൽ. പക്ഷെ ഈ അണക്കെട്ട് നിർമ്മിക്കുന്നതോടെയാണ് അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ. അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ച് കഴിയുന്നതോടെയാണ് ഈ തുരുത്തുകൾ രൂപപ്പെടുന്നത്. ഈ രംഗണതിട്ട് എന്ന് പറയുന്ന കുറേ തുരുത്തുകൾ, നമ്മൾ പറഞ്ഞല്ലോ, കുറച്ചധികം തുരുത്തുകൾ ചേർന്നാണ് ഈ തുരുത്തുകൾ രൂപപ്പെടുന്നത് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് ശേഷം. ജലാശയത്തിൽ ധാരാളമായി മത്സ്യങ്ങളുണ്ട്. ഇവയാണ് പക്ഷികൾ കൂടുതലും ആഹരിക്കുന്നത്. വിവിധ തരം പെരിക്കനുകളുടെ കോളനികൾ തന്നെ ഞങ്ങളവിടെ കണ്ടു. അടുത്തടുത്തായി മരങ്ങളിൽ നിരവധി കൂടുകൾ കെട്ടി അനവധി പക്ഷി കുടുംബങ്ങൾ താമസിക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇവിടെ. നിബിഡമായി വളരുന്ന അധികം വലുതല്ലാത്ത മരങ്ങൾ ഇവയ്ക്ക് താമസവും ആഹാരവും നൽകുന്നുണ്ട്. അവയുടെ പഴങ്ങളും ഇവ ഭക്ഷിക്കാറുണ്ട്. അക്കേഷ്യ, അർജുൻ വൃക്ഷം, വിവിധയിനം മുളകൾ തുടങ്ങി മരങ്ങൾ വെള്ളത്തിൽ മുതലകളെയും കാണാനിടയായി. കൂടാതെ നീർനായ, ഫ്ലൈയിങ് ഫോക്സ്, ഒരുതരം വാവലാണത്, കുരങ്ങുകൾ തുടങ്ങി മറ്റ് ജീവജാലങ്ങളും രംഗണതിട്ടുവിനെ മനോഹരമാക്കുന്നുണ്ട്. സ്വദേശികൾ മാത്രമല്ല വിദേശികളും ധാരാളമായി സന്ദർശകരായി എത്തുന്നു. 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നതെന്ന് കർണാടക ടൂറിസം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷി നിരീക്ഷകർ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെപ്പോലെ തന്നെ നല്ല തോതിൽ വിദേശികളായ പക്ഷി നിരീക്ഷകർ പലരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പല ഈ റഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല
ഇതുപോലെ തന്നെ വ്ളോഗേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ കുറേ ഡോക്യുമെൻ്ററികളും ഇപ്പോൾ ഈ ഭരത്പൂരിൽ നിന്നോ അതുപോലെ തന്നെ രംഗണത്തിട്ടിൽ നിന്നൊക്കെയുള്ള നിരവധി ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് കാണാമെന്നല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതെ, അല്ലാതെ ഏതെങ്കിലും നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രസിദ്ധീകരണ ആവശ്യത്തിനോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പർപ്പസിനോ നമുക്ക് അവർക്ക് നമ്മൾ ആ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർട്ടി പോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തൊരു വർക്ക് പോലെ നമുക്കത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വിദേശികളാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട്. വിദേശികൾ മാത്രമല്ല സ്വദേശികളും കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രദേശം എന്ന് പറയുമ്പോൾ പുന്നയൂർകുളത്തെ ഉപ്പുങ്കൽ എന്ന് പറഞ്ഞൊരു ദ്വീപാണ്. ഇവിടെ തന്നെ 10-250 ഇനം പക്ഷികളെ കണ്ടെത്തിയതായിട്ട് ഞാൻ നേരത്തെ മംഗളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അവിടെ തന്നെ ഇപ്പോൾ പല കേരളത്തിൽ നിന്നുള്ള പല പക്ഷി നിരീക്ഷകരും അവിടെ വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ നവംബർ ഡിസംബറൊക്കെ ആവുന്നതോടെ ധാരാളം ആളുകൾ വരികയും ഫോട്ടോ എടുക്കുകയും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുകയും കലാലയങ്ങളിലൊക്കെ ഡിസ്കഷൻ ഉണ്ടാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈയിങ് ഫോക്സ് ഇത്തരം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. 10,000-കണക്കിന് ആളുകളാണ് അവിടെ എത്തുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ ബോട്ടിങ് ഇവിടെ വളരെ സുരക്ഷിതമാണ്. ലൈഫ് ജാക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങേണ്ടതില്ല. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കും. 20 മിനിറ്റ് മാത്രമാണ് ജലയാനത്തിലൂടെയുള്ള യാത്ര. 20 മിനിറ്റ് അവർ ഈ പ്രദേശത്ത് ഒന്ന് ഈ ഇതിലിങ്ങനെ കോളനിയായിട്ട് കൂട് വെച്ചിരിക്കുന്നത്. നിരവധി കോളനികളാണ് ഈ പക്ഷികളുടെ. കുറേ കുടുംബങ്ങൾ ചേർന്ന് ഇങ്ങനെ കോളനികൾ. അത് അധികവും പലതരത്തിലുള്ള പെലിക്കനാണ്. ഒരു ഇനത്തിലുള്ള പെലിക്കൻ മാത്രമല്ല, ഈ പുള്ളികളുള്ള ജാതി പെലിക്കനുകൾ, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പെലിക്കനുകൾ, ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ വരകളുള്ള കുറേ ഇനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും കുറേ ഇനങ്ങൾ പെലിക്കനുകളാണ് അവിടെ ഉള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ഈ ബ്ലാക്ക് ഹെഡഡ് ഐബീസ്, ഇങ്ങനെ കുറേ ഇനം പക്ഷികൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ 20 മിനിറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. അത് വളരെ കുറഞ്ഞൊരു സമയമാണ്. ഈ സമയം കൊണ്ടൊന്നും അധികം ഈ പക്ഷികളെ നിരീക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ അതിനെ പെട്ടെന്ന് കാണാമെന്നല്ലാതെ. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഓരോ സീസണിലും ഇത് മാറി മാറി വരും. കൂടുതലുണ്ടാവുന്ന സീസണാണ് ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. അത് ചിലപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ചിലപ്പോൾ ഓഗസ്റ്റ് വരെ നിൽക്കും. അതിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ട് തങ്ങുന്ന ആളുകളാണ് ഈ പെലിക്കനുകൾ. അതിപ്പോൾ എല്ലാ കാലത്ത് പോയാലും ഉണ്ടാവും. അതുപോലെ കുറേ തരം പക്ഷികളുണ്ട് അവർ സ്ഥിരമായിട്ട് തങ്ങും. അത് അപ്പോൾ യാത്ര കഴിഞ്ഞ് പോരുമ്പോൾ ജാക്കറ്റ് നമുക്ക് അവിടെ തിരികെ നൽകേണ്ടതുണ്ട്. തടാകക്കരയിൽ 2 വാച്ച് ടവറുകളുണ്ട്. വാച്ച് ടവറിന് താഴെ ഇലച്ചാർത്തുകൾക്കിടയിൽ മറഞ്ഞിരുന്ന് പ്രണയിക്കുന്ന തൂവലില്ലാത്ത പ്രണയ ജോഡികളെ കാണിച്ചു തന്നത് ഡ്രൈവർ സലാമാണ്. ഇവർ ഇളനീര് കുടിച്ചുകൊണ്ട് യുവത്വം ആഘോഷിക്കുകയാണ്. കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമുണ്ട്. ഇത് ഒരു കൗതുകകരമായ കാഴ്ച. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അത്തരം കാഴ്ചകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളാകും, ക്ലാസ് കട്ട് ചെയ്ത് വന്നതാകും, സൈഫു പറഞ്ഞു. ഭാഗ്യം അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കൊക്ക് നീട്ടി കൊത്താനൊന്നും വന്നില്ല. കർണാടകക്കാരാണെന്ന് തോന്നുന്നത്. ഇത്തരം പ്രണയ ജോഡികളെ വേറെയും കണ്ടു. ഇരുട്ടുന്നതിന് മുൻപ് കർണാടക ചെക്ക് ഫോറസ്റ്റ് കടക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്ക് പാക്ക്, ക്യാമറകൾ, ലെൻസുകൾ, ട്രൈപോഡ്, ലാപ്ടോപ്പ് എന്നിവ എടുത്ത് തിരികെ യാത്ര തുടങ്ങി. കാരണം ബന്ദിപ്പൂർ വനമേഖല കടക്കുമ്പോൾ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ല. ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും 5 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് പിന്നെ വരാൻ കഴിയുള്ളതും വയനാട് വഴിയൊക്കെ. അതൊക്കെ വലിയ ദുർഘടമായിട്ടുള്ള വഴികളാണ്. കുറേ സമയമെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോരാണ് സാധാരണ യാത്രക്കാർ പതിവ്. ഇനി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇത് നേരത്തെ മാധ്യമം പത്രത്തിൻ്റെ വാരാന്ത്യപ്പതിപ്പിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ യാത്ര കഴിഞ്ഞ ഉടനെ തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരണാർത്ഥം കൊടുത്തിരുന്നു ചിത്രങ്ങൾ വെച്ചിട്ട്. അത് ഓൺലൈനിലും പ്രിൻ്റ് എഡിഷനിലൊക്കെ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് നമ്മുടെ ലേഖനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഇങ്ങനെ ട്രാവലോഗുകളും നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നേരത്തെ ബന്ദിപ്പൂരിനെ കുറിച്ചുള്ള ട്രാവലോഗും നമ്മൾ ചെറിയൊരു ഡോക്യുമെൻ്ററി എന്ന് പറയാൻ പറ്റുള്ളൊരു വ്ളോഗ് തന്നെയാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അതിന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പത്രങ്ങളിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും വ്യത്യസ്ത വായനക്കാരും കാഴ്ചക്കാരും ഒക്കെ ആണല്ലോ കൂടുതൽ ആളുകളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആളുകൾക്ക് നമ്മളുടെ നാട്ടിൽ കുറഞ്ഞ ചിലവിൽ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ആളുകൾ പഴയ പോലല്ല, യാത്രകൾ വലിയ തുക മുടക്കി വിദേശത്തൊന്നും പോകണമെന്നില്ല. വിദേശത്ത് അത്യാവശ്യം പോവുക, പിന്നെ ബാക്കി നമ്മുടെ നാട്ടിലെ കുറേ പ്രദേശങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്ന് കണ്ടും മനസ്സിലാക്കി നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക്
പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഇതിൽ ഈ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പൊന്നിയൂർളം സൈനി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള പുസ്തകം അതിൻ്റെ കൂടുതൽ പരിഷ്കരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി 2ാം പതിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരസ്യം അതിൻ്റെ ഒരു ഇത് നമുക്ക് ഇതിനകത്തുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു വിവരം ഇതിനകത്തുണ്ട്. അതെങ്ങനെ വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ നമ്പറുകളും കാര്യങ്ങളും. ഷെയർ മാർക്കറ്റിനോട് താല്പര്യമുള്ളവർക്ക് അത്തരം പുസ്തകങ്ങൾ വായിക്കാം. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് SIPയിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ, SIP എങ്ങനെ ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിലൂടെ എത്ര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ് എങ്ങനെ, ആൽഗോ ട്രേഡിങ് എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ പുസ്തകം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെ പുസ്തകക്കടകളിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. കുറേ ദൂരം സഞ്ചരിച്ച് പുസ്തകാന്വേഷണം നടക്കണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വിരൽത്തുമ്പിൽ നമുക്ക് വാട്സപ്പ് വഴിക്കോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴിക്കോ അവരുടെ വെബ്സൈറ്റ് വഴിക്കോ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാം. എല്ലാവരും വായിക്കുക. മറ്റ് പുസ്തകങ്ങൾ നമ്മുടേതായിട്ടുണ്ട്. യാത്രാ പുസ്തകങ്ങളുണ്ട്, ഫിക്ഷൻ ഉണ്ട്, കഥകൾ, കുറേ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. താല്പര്യമുള്ളവർക്കെല്ലാം ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ DC ചെയ്തിട്ടുണ്ട്. പിന്നെ ഉലീവ്, അങ്ങനെ പല പബ്ലിഷേഴ്സും. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പുസ്തകങ്ങൾ സംഘടിപ്പിക്കാം. എല്ലാവരും വായിക്കണം. വായിച്ച അഭിപ്രായങ്ങളൊക്കെ കുറിക്കണം. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇൻബോക്സിൽ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇമെയിലിൽ ഇട്ട് കഴിഞ്ഞാലോ നമുക്കതിൻ്റെ മറുപടി തരാൻ കഴിയും. അപ്പോൾ നിങ്ങളൊക്കെ കുറേ കൂടി നമുക്ക് റീച്ച് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.